ലൂക്കാസ് വിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 49-ാമത്തെ തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ലൂക്കാസ് വിശേഷം 6:49 വചനം പറയുക, ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ഈശോ പറഞ്ഞൊരു കാര്യമാണ്, വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ഇന്ന് ഒരുപക്ഷെ ഈ ധ്യാനം കൂടുമ്പോൾ, ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ വചനം പലരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കും. വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ഒരുപക്ഷെ ഈ തകർച്ചയിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നിരാശപ്പെട്ട് ചിന്തിക്കും, ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ആരെന്നെ രക്ഷിക്കും? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ പല വഴിയും നോക്കി, പക്ഷേ ഇതിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? എൻ്റെ വീടിൻ്റെ തകർച്ച അത്ര വലുതാണ്. ഞാനൊരു സംഭവം പറയാം. ഈ പറയുന്ന സംഭവം വലിയ തകർച്ചയുള്ളതാണോ നിങ്ങൾ പറയണം. ഞാൻ ഒരു ദിവസം രാത്രി ഒരു പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ്, ഒരു 4 ദിവസത്തെ ധ്യാനം നടക്കുകയാണ്. ധ്യാനം കഴിഞ്ഞ് ഇവിടെ വന്നത് 12 മണി സമയത്താണ്, രാത്രി 12 മണി സമയത്താണ്. 12 മണി സമയത്ത് ഞാൻ ധ്യാനം കഴിഞ്ഞ് ഇവിടെ വന്ന് കയറുമ്പോൾ ഒരു ഭർത്താവും ഭാര്യ എന്നെ കാണാൻ വേണ്ടി, ഞാൻ വരുന്നത് വണ്ടിയുടെ ഒച്ച കേട്ട് നിർത്തി ഇങ്ങോട്ട് കയറുന്ന ആ സമയത്ത് അവർ ഫ്രണ്ടിൽ വന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചു. നാളെ രാവിലെ പോകുമെന്ന് ചോദിച്ചു. അവർ എന്നോട് പറഞ്ഞു 2 ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. സാധാരണ വല്ലപ്പോഴും രാത്രി കാലങ്ങളിൽ നിത്യാരാധനയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ കുടുംബം വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നാളെ രാവിലെ പോകുമെന്ന് ചോദിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു 2 ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല, കാരണം ആ ഇടവധ്യാനുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ ഓരോ തിരക്ക് കാരണം സംസാരിക്കാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞ് ഇവർ പോയില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവരെ കണ്ടു. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ന് പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈസ്റ്റർ വരാൻ പോവാ, ഈസ്റ്ററിന് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരോട് സംസാരിക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫ്രീ ആയ സമയത്ത്, പിറ്റേ ആഴ്ച ധ്യാനമുണ്ട്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ധ്യാനമാണ്. അപ്പോൾ എനിക്ക് സമയം ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഇവരെ മുറി വിളിച്ചുകൊണ്ട് വന്നു. ഭർത്താവിനെ ഭാര്യയെ വിളിച്ചു, അവർ വന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നാ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈസ്റ്റർ ആയിട്ടില്ല, വലിയ ആഴ്ചയിലാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഉടനെ പോകുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ പോകുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട് ജപ്തി ചെയ്തു, ബാങ്കുകാർ വന്ന് സീല് ചെയ്തു, ലെറ്റർ ഒട്ടിച്ചു, അവരുടെ പൊസഷനിൽ ഇത് എടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ചോദിച്ചു, ഹോളി വീക്കാണ്, വെള്ളിയാഴ്ചയാണ്, വന്നത് കത്തോലിക്കലാണ് ബാങ്കുകാർ. അപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങളെന്നാൽ ഇത് കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ, ഈസ്റ്റർ കഴിഞ്ഞ് പോയാൽ മതിയെന്ന് ചോദിച്ചു. പറ്റില്ല, ഇത് ഓർഡറാന്ന് പറഞ്ഞു. ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നത്? അപ്പനും അമ്മയും 4 പെൺമക്കളും എങ്ങോട്ട് പോകും? അപ്പം ഞാൻ പള്ളികളിൽ പോകുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കാം, ആർക്ക് വേണമെങ്കിലും. എത്ര ദിവസം വേണമെങ്കിലും, 1 മാസമോ 1 വർഷമോ എത്ര വേണമെങ്കിലും വന്ന് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഈ കുടുംബനാഥ അപ്പനോട് ഭർത്താവിനോട് പറഞ്ഞു, അച്ഛൻ നമ്മുടെ പള്ളികളിൽ ധ്യാനത്തിന് വരുമ്പോൾ പറയാറുണ്ട്, നിത്യാരാധന വന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അവർ അങ്ങനെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഒരു കുഴപ്പമില്ലെന്ന് ചേട്ടത്തി പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമ്മൾ ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇവർ ബാങ്കുകാർ പൂട്ടാൻ തിരക്ക് കൂട്ടുവാണ് വീട് സീൽ ചെയ്യാൻ. ആ സമയത്ത് തിരുഹൃദയ ഫോട്ടോയുടെ അടുത്ത് വന്ന് ഈശോയുടെ അടുക്കൽ നിന്ന് ഇവർ പ്രാർത്ഥിച്ചു. ഇവർ പ്രാർത്ഥിച്ചത് ഇതാണ്, ഇവിടെ വരുമ്പോൾ അച്ഛൻ കയറ്റണം, അച്ഛൻ ഇല്ലെങ്കിലും കയറ്റണം. അതുപോലെ ഞങ്ങളുടെ പ്രശ്നം തീരുന്നവരെ ഇവിടെ നിർത്തണം, ഞങ്ങളുടെ പ്രശ്നം തീരുന്നവരെ ഇവിടെ നിർത്തണം. അവരങ്ങനെ പ്രാർത്ഥിച്ചു. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ ഇല്ല, പക്ഷേ ഇവിടെ തടസ്സമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നിരുന്നവർ പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു. രാത്രി 12 മണിക്കാണ് ഞാൻ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറയാണ്, ഒരു ബിസിനസ് ചെയ്തു, സകലതും പൊളിഞ്ഞു. ബ്ലേഡുകാരിൽ നിന്ന് പൈസ എടുത്തു, അതും വീട്ടാൻ പറ്റുന്നില്ല, ബാങ്ക് ലോണും അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബാങ്കുകാർ പോരുന്ന സമയത്ത്, ഇവരെ ഇറക്കി വിടുന്ന സമയത്ത് പറഞ്ഞു, ഞങ്ങളുടെ പൊസഷനിലാണെങ്കിലും ഞങ്ങളത് ലേലത്തിൽ വെച്ചാൽ, ഓപ്ഷനിൽ വെച്ചാൽ
മിനിമം പൈസ മാത്രം ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള കിട്ടുള്ളൂ, നിങ്ങൾക്ക് വേറെ കൂടുതൽ കിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ആ വീടിൻ്റെ ഞങ്ങൾ വെക്കുന്ന സീലും കടലാസൊക്കെ പറിച്ചു കളഞ്ഞോളാൻ പറഞ്ഞു. ഞങ്ങളതിന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ അധികാരികൾക്ക് കൊടുത്തോളാം. അതുകൊണ്ട് ഞങ്ങളിതാരോടും പറയില്ല, നിങ്ങളും ആരോടും പറയരുത് ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന്. ഭയങ്കര കരുണ കാണിക്കുകയാണ് ശരിക്കും. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 1 മാസത്തെ സമയം തരാം, അതിനുള്ളിൽ നിങ്ങളിത് വിറ്റ് എത്ര വേണമെങ്കിലും വിറ്റോ, ഞങ്ങൾക്ക് അടയ്ക്കാനുള്ളത് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരിവിടെ വന്നു. അവർ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുക, 4 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, 4 പെൺപിള്ളേരാണ്. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല, കാരണം 2018 വെള്ളം പൊങ്ങിയ സമയത്ത്, പ്രളയം വന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് വെള്ളം ആർത്തിരമ്പി വരുമ്പോൾ പോലീസുകാർ വന്ന് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവർ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കുഴപ്പമില്ല, ഞങ്ങൾ 2ാം നിലയിൽ താമസിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകണം. അങ്ങനെ ഇവിടുന്ന് മൂത്ത പെങ്ങളുടെ വീട്ടിൽ ചെന്നു. ആ രാത്രി അവിടെ കഴിഞ്ഞു ഓടി. പ്രഭാതത്തിൽ പെങ്ങളെ എഴുന്നേറ്റിട്ട് 9 മണി സമയമൊക്കെ ആയ സമയത്ത് പറഞ്ഞു, എടാ ഇവിടെ മഴയൊന്നുമില്ല, ആകാശം തെളിഞ്ഞു നിൽക്കുകയാണ്, നീ വിളിച്ചു നോക്കിക്കേ, നിൻ്റെ വീടിൻ്റെ പരിസരത്ത് മഴ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ കാര്യം മനസ്സിലാക്കി. അപ്പോൾ തന്നെ ഈ ചേട്ടനും ചേട്ടത്തിയും പിള്ളേർ 4 പേരെയും പെൺപിള്ളേരെയും കൂട്ടി അവിടുന്ന് പാക്ക് ചെയ്ത് അവരുടെ വീട്ടിൽ ചെന്നു. ദൈവകൃപയാൽ വെള്ളം കയറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, അതുകൊണ്ട് പോകാൻ സ്ഥലമില്ല, ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല, പോകാൻ ഉള്ളൊരു സ്ഥലം ഈ നെഹമ്യാ എന്ന് പറഞ്ഞു. ഈ നെഹമ്യായുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അത് തന്നെയാണ്. പ്രതിസന്ധിയിലൂടെ പോകുന്നവർക്ക് അത്താണിയാകാൻ ഇവിടെ ഒരു കർത്താവുണ്ട്, നിത്യാരാധന ഷാപ്പിൽ കർത്താവുണ്ട് 24 മണിക്കൂറും. 2018 ആരംഭിച്ച നിത്യാരാധനയാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവരെ കർത്താവ് സഹായിക്കുമെന്ന് 100% ബോധ്യം എനിക്കും ടീം അംഗങ്ങൾക്കും ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും അവരിവിടെ വന്നു. ഇവിടെ വന്നിരുന്ന സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ കുടുംബത്തിൻ്റെ തകർച്ച വലുതാണോ? ഇതിന് വലുതാണോ? കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ 3 വർഷമായിട്ട് ഗവൺമെൻറ് ഫീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. അത് എന്തിനു പഠിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല പഠിക്കാൻ കഴിവുള്ള പിള്ളേരാണ്, ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വീട് വാടകയ്ക്കെടുത്ത് പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു വരുമ്പോൾ ശരിക്കും തകർന്ന സാഹചര്യം, ബൈബിളിൽ വചനത്തിൽ പറയുന്ന പോലെ ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു, ഭൗതികമായ തകർച്ച വളരെ വലുത്. ഇങ്ങനെയുള്ള ഈ സമയത്ത് ഈ കുടുംബം വന്നത് പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 2 മാസം, 2ാമത്തെ ആഴ്ച അവരുടെ വീടിൻ്റെ വിൽപ്പന നടക്കുകയാണ്. ഇവർക്കത് വിൽക്കാൻ പറ്റി. എല്ലാ ലോണുകളും ബ്ലേഡിലും അതുപോലെ തന്നെ ബാങ്കിലും കഴിഞ്ഞ് കുറച്ച് പൈസ മീതി കെട്ടി അതുകൊണ്ട് ഒരു ബിസിനസ് വീണ്ടും ആരംഭിക്കാനും അതുപോലെ തന്നെ ആ വീട്ടിൽ തന്നെ വീണ്ടും 1-2 വർഷം താമസിക്കാനുള്ള അനുവാദവും എടുത്തവർ അവർക്ക് പ്രത്യേകമായി നൽകുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, വലതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുക, വീടിനെതിരെ, നിന്റെ ഭവനത്തിനെതിരെ വെള്ളം പൊങ്ങാം, ശക്തമായ കാറ്റൂതാം, അത് നിലം പതിക്കത്തക്ക വിധത്തിൽ ആടിയൊലയാം, പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണ് എങ്കിൽ ആ ജീവിതത്തെ ക്രിസ്തു കൈവിടില്ല. അതുകൊണ്ട് ഈ സുവിശേഷം ഇന്ന് നമ്മോട് പറയുക, നിന്റെ തകർച്ച വലുതാണോ? നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾ വലുതാണ് എങ്കിൽ വലുതായ തകർച്ചയെ രക്ഷിക്കാൻ ഞാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ, ലൂക്കാസ് സുവിശേഷത്തിൽ 6:47 വചനം പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 6:47 തകർച്ചയെ അതിജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശൻ. വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു, എന്നാൽ ആ വീടിനെ ഇളക്കാൻ അതിന് കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി
പണിയപ്പെട്ടിരിക്കുന്നു. അപ്പം ബലിഷ്ഠമായി പണിയപ്പെടുന്ന, യേശുവിൽ പണിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതങ്ങൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതിസന്ധികളെ സഹായിക്കാൻ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് തകർച്ചയിൽ നിന്നും അതിജീവിക്കണമെങ്കിൽ, ഭയാനകമായ പ്രതിസന്ധിയിലൂടെ തകർച്ചയിലൂടെ പോകുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും കർത്താവ് ഇടപെടും. ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അവർ 2 മാസം കൂടെ ഉണ്ടായിരുന്നു. 2 മാസം ഇവിടെ നിന്നു ശക്തമായി പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ, ഒന്നുമില്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആരാ പതറാത്തത്? ആരാ പതറിപ്പോകാത്തത്? ഈ സാഹചര്യങ്ങളിൽ ആരാ നിരാശപ്പെടാത്തത്? സങ്കടപ്പെടാത്തവരാരാ? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുക, എൻ്റെ അടുത്ത് വരിക, എൻ്റെ വചനം കേൾക്കുക, അതനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. ഇപ്പം 2 കാര്യം പറയാം. നീ ഒന്ന്, എൻ്റെ അടുത്ത് വരണം. എൻ്റെ അടുത്ത് വരണം. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ പത്രത്തിൽ കണ്ടത് എന്താ? ആലുവായിൽ അപ്പനും അമ്മയും 2 പെൺപിള്ളേരും ആത്മഹത്യ ചെയ്ത് നമുക്കറിയാം. 2-ാം നിലയിൽ തീ കത്തി മരിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾ. അപ്പോൾ ഒരു കുടുംബം ഇല്ലാതാകണമെങ്കിലും, തകർച്ചയിലൂടെ ഒരു കുടുംബത്തിൻ്റെ അസ്തിത്വം പോലും, അതിന് തലമുറ വരെ ഇല്ലാതാകാൻ നിരാശപ്പെടുത്തുന്ന അനേകം അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഈശോ പറയുക, നിങ്ങൾ എൻ്റെ അടുത്ത് വരണം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 37-ാമത്തെ തിരുലിഖിതം. യോഹന്നാന്റെ സുവിശേഷം 6:37 വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. ഈ വചനം നമുക്ക് പറയാം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നമ്മുടെ ജീവിത പ്രതിസന്ധികളെല്ലാം സമർപ്പിച്ച് കർത്താവിൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് കർത്താവിൻ്റെ ശക്തമായ കരുതൽ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരാൻ ആഗ്രഹിച്ച് ഈ വചനം ഒരിക്കൽ കൂടി പറയാം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം യേശുവിൻ്റെ അടുക്കലേക്ക് വരണം. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെ ഈശോ തള്ളിക്കളയുകയില്ല. 2013 ഒക്ടോബർ മാസം 21-ാം തീയതി ഒരു അപ്പൻ മകനെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. അതിന് വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, അവൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്ത് ഇവന് പെട്ടെന്ന് മാനസികമായൊരു അസ്വസ്ഥതയുണ്ടായി. അതുപോലെ അതൊരു മാനസിക രോഗമായി മാറി. ചികിത്സകൾ പലതും നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ മാനസിക രോഗം മാറില്ല എന്ന് പറഞ്ഞു. അവൻ മാനസിക രോഗിയായി മാറി. അതുകൊണ്ട് അതിൻ്റേതായ ഒരു മാനസിക രോഗി പെരുമാറുന്നത് പോലെ ഇവൻ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ ഈ ചേട്ടൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ബാബു എന്നാണ്. നമ്മുടെ ഈ ടീമിൽ ശുശ്രൂഷയ്ക്ക് വരുന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇവൻ മാനസിക രോഗിയായി. കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. മാനസിക രോഗിയായി. ചികിത്സകൾ പലതും നടത്തി, ആശുപത്രികളിൽ കൊണ്ടുപോയി ചികിത്സകൾ നടത്തി. ഡോക്ടർമാർ പറഞ്ഞു, ഇവൻ്റെ മാനസിക രോഗം മാറില്ല, ഈ മരുന്ന് എത്ര കൊടുത്താലും കാര്യമൊന്നുമില്ല, പിന്നെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കാം. ഇവൻ കോളേജിൽ പോകില്ല, വീടിന് പുറത്തിറങ്ങില്ല, വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് വലിയ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനെയും കൂട്ടി ഒരു ദിവസം ഇവിടെ വരാൻ പറഞ്ഞു. മാനസികമായ ഈ രോഗമുള്ള ഈ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ട്, ഡിഗ്രി പഠിക്കുന്ന പയ്യനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഒക്ടോബർ മാസം 21, 2023. അപ്പോൾ ഇവന് വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിച്ചു. ഈ നിത്യാനന്ദ ചാപ്പിൽ കയറ്റി കൊണ്ടുപോയി അവന് വേണ്ടി പ്രാർത്ഥിച്ച്, ഈശോയ്ക്ക് സമർപ്പിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചെല്ലാം വിട്ടു. ആ ചേട്ടൻ ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറയാണ്. 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഈ മകൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന മാനസിക രോഗം വിട്ടുപോയി. അവൻ നോർമലായി. അവൻ പോളിടെക്നിക്ക് പഠിക്കാൻ പിന്നീട് പോയി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രഭാഷകൻ്റെ പുസ്തകം 34:20 വചനം പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 34:20 വചനം ഇങ്ങനെ പഠിപ്പിക്കുക, അവിടുന്ന് കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിച്ച് അവിടുന്ന് 3 കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. 1, കർത്താവ് സൗഖ്യം തരും. 2, അവിടുന്ന് അനുഗ്രഹം തരും.
3 ജീവൻ തരും. പ്രഭാഷകൻ 34:20 പറയാം, നമ്മുടെ ആത്മാക്കളെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവം. ആത്മാവിനെ ഉത്തേജിപ്പിച്ച് ആത്മീയമായ കൃപാവരങ്ങൾ നൽകി, ആത്മീയ ജീവിതത്തോട് തുറവി നൽകിക്കൊണ്ട്, പ്രാർത്ഥനാ ജീവിതത്തോട് താല്പര്യം തന്നുകൊണ്ട് ആത്മീയ ജീവിതത്തെ വളർത്തി കണ്ണുകളെ പ്രകാശിപ്പിച്ച് നമുക്ക് അനുഗ്രഹവും ജീവനും സൗഖ്യവും നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. വലതുകൈയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് കൈവിടില്ല. ഈശോയുടെ അടുക്കൽ പോകണം. അതിനല്ലേ നമ്മൾ വചനം കേൾക്കാൻ ഇവിടെ വരുന്നത്, നമ്മുടെ ഇടവകപ്പള്ളി പ്രാർത്ഥിക്കാൻ പോകുന്നത്, പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നത്, പ്രാർത്ഥന കൂട്ടായ്മകളിൽ പോകുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഈശോയുടെ അടുക്കലേക്ക് നമ്മൾ ചെന്നാൽ മതി. ഈശോയുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് എന്നും ധ്യാനകേന്ദ്രത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പോകാൻ പറ്റും. നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പോകാൻ പറ്റും, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റും, അവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റും. അതെല്ലാം ചെയ്യുമ്പോൾ ഈശോയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഈശോ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുമർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പോൾ ഈശോയുടെ അടുത്തേക്ക് വരുന്നവൻ്റെ തകർച്ച ഈശോ എടുത്തു മാറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈശോ പറഞ്ഞ കാര്യം ലൂക്ക 6:47 പറയാം. 1, നിങ്ങൾ എൻ്റെ അടുത്ത് വരണം. 2, നിങ്ങൾ എൻ്റെ വചനം കേൾക്കണം. ഈശോ പറയാം എൻ്റെ വചനം കേൾക്കണം എന്ന് പറയാം. ഈശോയുടെ വചനം കേൾക്കുന്ന ഏതൊരു വ്യക്തിയെയും ഈശോ അനുഗ്രഹിച്ചിരിക്കും, ഒരു സംശയവുമില്ല. വചനം പഠിക്കാൻ, നമ്മൾ തകർച്ച മാറാൻ നമ്മൾ വേറെ ഒരു വഴിയൊന്നുമില്ല. കാരണം വചനം ഈശോയാണ്, ദൈവവചനം ഈശോയാണ്. ഈ വചനം കേൾക്കാൻ നമ്മൾ വചന കൂടാരങ്ങളിൽ പോകുമ്പോൾ, ഇടവകയിൽ പോകുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവേ ആരാധന. ഹല്ലേലൂയാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ വചനം കേട്ടാതിരുന്നാലും കേട്ടാലും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള വചനങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ, 25 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ അവൻ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായി നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഇപ്പോൾ വചനം കേൾക്കുന്നവനും അത് പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ അത് കേട്ട് സൂക്ഷ്മമായി അതിൽ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായി നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ വചനം പറയുക, യാക്കോബിൻ്റെ ലേഖനം 1:25 പറയുക, തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവത്തിന് വചനം, തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവത്തിന് വചനം പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രവർത്തികളിൽ, പ്രവർത്തന മേഖലകളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് വചനം പറയുക, നമ്മൾ ദൈവത്തിന് വചനം കേൾക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, വചനം വായിക്കണം. അതിനായി നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പോൾ ക്ലാസ് എടുത്ത് പോയ ചേട്ടനില്ലേ, ആ ചേട്ടൻ്റെ പേരെന്താ? ഇപ്പോൾ ക്ലാസ് എടുത്ത് പോയില്ലേ? ആ ചേട്ടൻ ഒരു സംഭവം പറയാം. ആ ചേട്ടൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ ചേട്ടൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, കുട്ടികളില്ല. 10 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മകളുടെ അമ്മായിപ്പൻ, എനിക്ക് നല്ല പരിചയമുള്ള ചേട്ടൻ, ഈ ചേട്ടൻ ഇടയ്ക്ക് എന്നെ വിളിക്കും, അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ട് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒന്നെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയും. ഈ മനുഷ്യനോട് പറഞ്ഞു, ഒരു തീരുമാനം എടുക്കണം, എനിക്ക് അവൻ്റെ ജീവിതമായി, മകൻ്റെ ജീവിതമായി ഒരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം എന്നറിയാവോ? ഡൈവോഴ്സ് ചെയ്യണമെന്ന്, എന്നിട്ട് അവനെ വേറെ കെട്ടിക്കണം. അങ്ങനെ 10-ാം വർഷമായപ്പോഴത്തേക്ക് ഇത് സീരിയസായി, വളരെ സീരിയസായി. ഒരു ദിവസം ഇവിടെ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്നെങ്കിൽ ഇവളെ IVF ചെയ്യിക്കണം.
അല്ലെങ്കിൽ അതിന് സമ്മതിച്ചില്ലെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കണം. അതിന് അച്ഛൻ അത് നടത്തിച്ചു തരണം എന്നാണ് പറയുന്നത്. ഇത് നടത്തിച്ചു തരണം. ഒന്നെങ്കിൽ IVF, അല്ലെങ്കിൽ ഇത് ബന്ധം അവസാനിപ്പിച്ചു കൊടുക്കണം. ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ വന്നു. അവസാനം അറ്റ കയ്യിൽ 10ാമത്തെ വർഷം ഇതിങ്ങനെയായി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ ജീവിതം കളയാൻ ഞാൻ തയ്യാറല്ല, എൻ്റെ മകൻ വെറുതെ അവൻ്റെ ജീവിതം പാഴാക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് വേറെ കെട്ടിക്കണം. ഇതെല്ലാം എൻ്റെ തലയിൽ ഏൽപ്പിച്ചു. അപ്പം ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ജീവൻ തരുന്ന ദൈവം അല്ലാതെ മനുഷ്യനൊന്നും അല്ലല്ലോ ജീവൻ തരുന്നത്, ദൈവമാണല്ലോ അതിൻ്റെ ഉടയവൻ. അപ്പം ഞാൻ ഈ ചേട്ടനോട് സംസാരിച്ചു. ചേട്ടനോട് പല പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പറയുമ്പോൾ ഈ ചേട്ടൻ പറയും, ജീവൻ അച്ഛാ നമ്മുടെ കയ്യിലല്ലോ, അത് ദൈവമല്ലേ തരേണ്ടത്, ഒരു മനുഷ്യ ജീവൻ തരുന്നത് ദൈവമല്ലേ, കുഞ്ഞുങ്ങളെ തരുന്നത് ദൈവമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ ചേട്ടൻ ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ചേട്ടൻ വചനം വായിക്കുന്നതും വചനത്തോട് ആഭിമുഖ്യമുള്ള ഒരു ചേട്ടനായിരുന്നതുകൊണ്ട് ഈ ചേട്ടൻ, ഈ മകൾക്കും ടെൻഷനുണ്ട്. ഞാൻ ഈ മകളോടും മരുവനോടൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അവർ ഇവിടെ പ്രാർത്ഥിക്കാൻ ഇടയ്ക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ അവർ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, അപ്പം വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പം ചില സമയങ്ങളിൽ ഈ മരുമകൻ എന്നോട് പറയാം, ഞങ്ങളിങ്ങോട്ട് വരുന്നില്ല, വന്നാൽ ചോദിക്കും പിള്ളേരായില്ലേ, വന്നാൽ ആൾക്കാർ ചോദിക്കും, ബന്ധുക്കൾ ചോദിക്കും, പലരും ചോദിക്കും പിള്ളേരായില്ലേ, നിങ്ങൾ ചികിത്സിച്ചില്ലേ, ഡോക്ടറെ കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ആകെപ്പാടെ ഞെരുക്കത്തിലൂടെ പോവുകയാണ്. അതുകൊണ്ട് പലപ്പോഴും അവധിക്ക് ഇവർ ബാംഗ്ലൂരാണ്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു. ഇനി വന്നാൽ ഈ ഫയൽ കെട്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൻ ഈ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നുകൊണ്ട് വരുമ്പോൾ ഉള്ള ഫയൽ കെട്ടുമായിട്ട് വേണം വരാൻ, കാരണം ചികിത്സ ചെയ്തതിൻ്റെ എല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് അപ്പോൾ ഡെഡ് ലൈൻ പോലെ ഈ അപ്പം പറയുകയാണ്, ഒന്നെങ്കിൽ IVF അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഭയങ്കര ടെൻഷൻ വീടുകളിലുണ്ട്. ഈ ചേട്ടനുണ്ട്, മകൾക്കുണ്ട്, സകലർക്കുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ ദൈവവചനം പറഞ്ഞു കൊടുക്കും. ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവവചനം എടുത്തു കൊടുക്കും. എന്നിട്ട് ദൈവവചനം കൊടുത്ത് അത് വായിക്കാൻ പറയും, അത് പഠിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വായിക്കാൻ പറയും. രാവിലെ എഴുന്നേറ്റ് നീ ഈ ദൈവവചനം വായിച്ച് ശക്തിപ്പെടാൻ പറയും. അങ്ങനെ ദൈവവചനം വായിച്ച് പേഴ്സണൽ പ്രെയർ എല്ലാം നടത്തി കഴിയുമ്പോൾ കർത്താവ് ഇടപെടുമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വിശ്വാസത്തിലേക്ക് വന്നു. വചനത്തിൽ ഈശോയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി. പേഴ്സണലായിട്ട് ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് പുലർച്ചെയെല്ലാം പ്രാർത്ഥിച്ചു. അതിലൂടെ കർത്താവിൻ്റെ വലിയൊരു ശക്തി കടന്നു വരുമെന്ന് പറഞ്ഞു. ദൈവിക ഇടപെടലുണ്ടാവുമെന്ന് പറഞ്ഞു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ, അവിടെ ഒരു വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. അപ്പോൾ ദൈവത്തിന് വചനം പറയാം, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ ഉരുകി. അഗ്നിയിലൂടെ നശിച്ചു പോകാത്ത അത്രമാത്രം പ്രതിസന്ധി അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റിയുള്ള സാധനം അരുണോദയത്തിൽ ഉരുകി എന്ന് പറഞ്ഞാൽ അത് പുലർകാല പ്രാർത്ഥനയിലൂടെ ആ പ്രശ്നത്തെ മഞ്ഞ് പോലെ ഉരുക്കാൻ പറ്റും. ആ പ്രശ്നത്തെ എന്ന് ദൈവത്തിന് വചനം പറയാണ്. അപ്പോൾ ഈ ചേട്ടനും കുടുംബവും, ഈ ചേട്ടൻ 32-33 വർഷമായിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കും. 1.5 മണിക്കൂർ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മകളോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്ന് വായിച്ച് പ്രാർത്ഥിച്ച് നീ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാവോ? 10ാം വർഷം ഇവൾ ഗർഭിണിയായി. IVF ചെയ്യണം എന്ന് പറഞ്ഞും ഡൈവോഴ്സ് എന്ന് പറഞ്ഞ് പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അവൾ ഗർഭിണിയായി. ഇപ്പോൾ അവൾക്ക് 2.5 വയസ്സുള്ള ഒരു ചെറുക്കൻ കൊച്ചുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാ, നിങ്ങൾ എൻ്റെ വചനം കേൾക്കണം. ദൈവവചനത്തെ മാനിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ട് നിറയും. ദൈവവചനം കേൾക്കുന്നവർ, അതുപോലെ വായിക്കുന്നവർ, വചനത്തെ ബഹുമാനിക്കുന്നവർ അവരുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് സുഭാഷിതത്തിൻ്റെ പുസ്തകം 16-20 ദൈവത്തിന് വചനം പഠിപ്പിക്കുക. ദൈവവചനം ആദരിക്കുന്നവൻ
ഉത്കർഷ നേടും. ദൈവത്തിന് വചനം പറയാം, നമുക്ക് ആ വചനം പറയാം. സുഭാഷിതം 16:20 ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷ നേടും. വലതീരും വരുത്തി പറയാം. സുഭാഷിതങ്ങൾ 16:20 ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷ നേടും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവവചനം വായിക്കുമ്പോഴും അത് കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതങ്ങളുടെ തകർച്ചകൾ, ആ വീടിൻ്റെ തകർച്ച എത്ര വലുതാണ് എങ്കിലും അതിനെ രക്ഷിക്കാൻ ഈശോയ്ക്ക് പറ്റും, വചനമായ യേശുവിന് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വചനപ്രഘോഷണം കേൾക്കാൻ പോകണമെന്ന് പറയാൻ കാരണം. വചനപ്രഘോഷണം നമ്മൾ കേൾക്കണം, ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, അതിലൂടെ അത് പാലിക്കുമ്പോൾ വലിയ അനുഗ്രഹമുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 1:3 ദൈവത്തിന് വചനം ഇങ്ങനെ പഠിപ്പിക്കുക: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. ദൈവത്തിന് വചനം പറയാം. ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, പാലിക്കുന്നവർ അനുഗ്രഹീതർ എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തകർന്നു പോകുകയല്ല. നമ്മുടെ ഭവനത്തിൻ്റെ തകർച്ച അത്രമാത്രം വലുതാണ് എങ്കിലും അതിനെ അതിജീവിച്ചു പോകാൻ യേശുവിൻ്റെ വചനത്തിന് നമ്മെ സഹായിക്കാൻ പറ്റും. കാരണം വചനം യേശുവാം. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. വരനിമീർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവെ ആരാധന. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കാൻ, നമ്മുടെ തകർച്ചയുടെ ആഴങ്ങൾ വളരെ കൂടുതലാണ് എങ്കിലും നമ്മൾ യേശുവിൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 10:13 വചനം ഇങ്ങനെ പഠിപ്പിക്കുക: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. സകലരും എന്ന് പറയാം, അത് ആരെ മാറ്റി നിർത്തുന്നില്ല, ഒരു മതസ്ഥനെ മാറ്റി നിർത്തുന്നില്ല. സകല മനുഷ്യരെയും, ഈ ആകാശത്തിന് കീഴിലുള്ള സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുകയാണ്. അവിടെ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ അങ്ങനെ യാതൊരു വ്യത്യാസമില്ല. സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. 10:13 വചനമാണ് റോമ 10:13. 10:12 വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് തൻ്റെ സകല സമ്പത്തും വർഷിക്കുന്നു. അവിടുന്ന് സകല സമ്പത്തും വർഷിക്കുന്നുവെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പ്രതിസന്ധികളിൽ ഞെരുങ്ങരുത്, നിരാശപ്പെടരുത്, തകർന്നു പോകരുത്. റോമ 10:9 പറയുന്നത് എന്താ? യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഇന്നും ജീവിക്കുന്ന യേശു, മരണത്തെ പരാജയപ്പെടുത്തി ഇന്നും ജീവിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾ ഈശോ എടുത്തു മാറ്റിയിരിക്കും. 100% ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ആകുലപ്പെട്ട് അവിടെ ഇവിടെ പോയിട്ട് കാര്യമില്ല, മനുഷ്യരിൽ ആശ്രയിച്ചിട്ടും കാര്യമില്ല, ദൈവത്തിൽ തന്നെ ആശ്രയിച്ചിട്ട കാര്യമുള്ളൂ, വേറെ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ: യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശക്തിപ്പെടുത്തണം. യേശുവിൻ്റെ അടുക്കൽ പോകണം. യേശു സന്നിഹിതനായിരിക്കുന്ന ദേവാലയങ്ങളിൽ പോയി ഈശോയുടെ അടുത്ത് പോയിരിക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ച കടം കയറിയ ചേട്ടൻ, ജപ്തി നടപടിയിലൂടെ പോയ ചേട്ടൻ രാത്രി കാലങ്ങൾ നിത്യാരാധന ഇരുന്ന് പ്രാർത്ഥിക്കും, പകലിരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രതിസന്ധി അതിജീവിക്കാൻ പറ്റി. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് 1-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 4 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ 4 കാര്യങ്ങൾ ഈശോയുടെ അടുത്ത് വന്നാൽ, ഈശോയുടെ വചനം കേട്ടാൽ ലഭിക്കുന്ന കാര്യം പറയുക. 1 കൊറിന്തോസ് 1:4 മുതൽ 9 വരെയുള്ള വചനങ്ങൾ, അതിൽ 4 കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 1-ാമത്തെ കാര്യം, യേശുവിൻ്റെ അടുക്കൽ വരികയും യേശുവിന് വചനം കേൾക്കുകയും ചെയ്താൽ വചനത്തിലും വിജ്ഞാനത്തിലും നമ്മെ സമ്പന്നരാക്കും. വചനത്തിലും വിജ്ഞാനത്തിലും ഈശോ സമ്പന്നരാക്കും. 2,
ആത്മീയ ദാനങ്ങളുടെ സമൃദ്ധി നമുക്ക് തരും. നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ആത്മീയ ദാനങ്ങളുടെ സമൃദ്ധി കർത്താവ് തരും. മൂന്നാമത്തെ കാര്യം, കുറ്റമറ്റവരായി ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കാൻ നമ്മെ ഈശോ സഹായിക്കും. കുറ്റമറ്റവരായി ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കാൻ. നാലാമത്തെ കാര്യം, യേശുവിൻ്റെ സഹവാസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം 4 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം, വചനത്തിലും വിജ്ഞാനത്തിലും സമ്പന്നരാക്കും. 2, ആത്മീയ ദാനങ്ങളുടെ സമൃദ്ധി കർത്താവ് തരും. കുറ്റമറ്റവരായി ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കാനുള്ള ശക്തി തരും. 4ാമത്തെ കാര്യം, യേശുവിൻ്റെ സഹവാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ തകർച്ചകളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിന്റെ തകർച്ചകൾ എത്ര വലുതാണോ ആ വലുതായ തകർച്ചയിൽ ഇടപെടാൻ പറ്റുന്ന ഒരു ഈശോയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമുക്ക് വിശ്വസിക്കാനുള്ള വലിയ ഒരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യേകമായിട്ടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും തകർച്ചകളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയെല്ലാം ഈശോയ്ക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവനും നമ്മുടെ തകർച്ചകളെ അതിജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതിനുമാണ് എന്ന് നമുക്ക് കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അങ്ങനെ വിശ്വസിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പറ്റിയില്ല എങ്കിൽ ഈ നിമിഷത്തിൽ വീണ്ടും വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ഈശോയിൽ വിശ്വസിക്കാനുള്ള വലിയൊരു കൃപ നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ നിമിഷത്തിൽ പ്രത്യേകമായിട്ടും കർത്താവിന് സമർപ്പിക്കാം. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമ്മൾ പരിഭ്രമിച്ചു പോയിട്ടുണ്ടാകാം. ജീവിത പ്രതിസന്ധിയെ നോക്കി പരിഭ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മെ തിന്മയിലേക്ക് നയിക്കും. സങ്കീർത്തനം 37:8 വചനം പറയുന്നുണ്ട്, നീ പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് നിന്നെ നയിക്കും. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ജീവിത തകർച്ചയെ കണ്ട് പരിഭ്രമിച്ച് നമ്മൾ പോയ നാളുകൾ നമ്മുടെ ജീവിതങ്ങളെ തിന്മയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ വലിയ കരുതൽ നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് തകർച്ചകളും ദുരിതങ്ങളും ക്ലേശങ്ങളുമാകുന്ന ജീവിത അവസ്ഥകളെ കർത്താവിനെ സമർപ്പിച്ച് 2 കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. പരിഭ്രമിച്ച് തിന്മയിലൂടെ ഞങ്ങൾ വ്യാപരിച്ച ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. നീ കർത്താവും രക്ഷകനും നാഥനുമാണ് എന്ന് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെന്നാലും ആകാശത്തോളം ദൈവം നിന്നെ ഉയർത്തും. കുഞ്ഞേ ദൈവമുയർത്തും. ആകാശത്തോളം കുഞ്ഞേ ദൈവമുയർത്തും. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഈശോയെ നമ്മെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സ്തുതിച്ച് ആരാധിക്കാം. ആരാധന. ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. യേശു